നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മധുരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും വളരെയധികം നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ വരുന്ന പൈനാപ്പിളാണ്. ഇത് മുഴുവനായിട്ട് നമുക്ക് കേക്കിലേക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ പൈനാപ്പിൾ മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കണ്ണും നടുക്കുള്ള കട്ടിയുള്ള ഭാഗമെല്ലാം കളഞ്ഞ ശേഷം നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വയ്ക്കാം. ഇത് വെന്ത് വരട്ടെ. ഇവിടെ ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്ര ആയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു ക്ലീൻ ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഇനി നമുക്ക് പൊടികളെല്ലാം അരിച്ചെടുക്കണം. അതിലേക്കായി ആദ്യം 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. അത് ഓപ്ഷണലാണ്, ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ അരിച്ചെടുക്കുക. ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ ഇപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ വേവിച്ചതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിൻ്റെ ബാറ്ററിൽ ചേർക്കാനുള്ളതാണ്. നമുക്കിനി കേക്ക് ടിൻ ഒന്ന് സെറ്റാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലായിടത്തും അതൊന്ന് തൂത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. മൈദ ഇട്ട ശേഷം എല്ലാ സൈഡിലേക്കും ആക്കിയ ശേഷം തട്ടിക്കളയുക. ഞാൻ സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ക്ലീൻ ബൗൾ എടുക്കാം. അതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത ശേഷം അടിച്ചെടുക്കാം. ഞാനിവിടെ ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പതഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് കുറേശ്ശെയായി ചേർത്ത ശേഷം നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ അടിച്ച് പതപ്പിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദയുടെ മിശ്രിതം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക. ആ രീതിയിൽ മുഴുവനായിട്ടും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ കൂട്ട് അതും ചേർത്ത് കൊടുത്ത ശേഷം മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഓവർ മിക്സ് ചെയ്യണ്ട. ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 8 ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ ടാപ്പ് ചെയ്ത ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി വയ്ക്കാൻ മേലേക്ക് ഒരു വെയിറ്റും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് എടുത്താണ് ബേക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് തുറന്നു നോക്കാം.
ഒരു സ്ക്യൂർ വെച്ച് എൻ്റെ ഒന്ന് കുത്തി നോക്കാം. നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടിടുന്നതാണ് അർത്ഥം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തിയെടുക്കാം. വേഗം വിട്ട് കിട്ടും. നമ്മൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്താണല്ലോ. എന്നിട്ട് അതിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്യാം. കണ്ടോ, കേക്ക് നല്ല റെഡി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല സോഫ്റ്റ് കേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കേക്കിൻ്റെ ചൂടെല്ലാം നല്ല പോലെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ പൈനാപ്പിളിൻ്റെ കൂട്ട് അത് 2 പോർഷനാക്കാം. അത് ഇന്ന് 3/4 ഭാഗത്തോളം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത് നമുക്ക് ഗ്ലേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി വരുന്ന 1/4 ഭാഗം അത് നമുക്ക് ലെയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. ഇനി ഈ ബാക്കി വരുന്ന ആ ഒരു സിറപ്പ് ഉണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അത് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സിറപ്പും റെഡിയായി. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്താണ് 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിനി ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം ഇങ്ങനെ തന്നെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം പതുക്കെ തന്നെ സ്പീഡ് കൂട്ടിക്കൊടുക്കാം. പിന്നെ ഇതിൽ മധുരമുള്ള ക്രീമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ക്രീം കിട്ടേണ്ട ഒരു പരുവം. കുടഞ്ഞാലൊന്നും പെട്ടെന്ന് വിട്ടു പോകരുത്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. അത് ഡെക്കറേഷൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ക്രീമിലേക്ക് ഞാനൊരു 2-3 തുള്ളി യെല്ലോ കളർ ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് കേക്ക് ലെയർ ചെയ്യാം. ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. അതിൻ്റെ മേലേക്ക് ഇതുപോലെ ക്രീം ആക്കി കൊടുക്കാം. എന്നിട്ട് അതൊരു ഐസിങ് നൈഫ് വെച്ച് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നടുവിലായിട്ട് നമുക്ക് കുറച്ച് ക്രഷ്, നമ്മൾ തയ്യാറാക്കി വെച്ച പൈനാപ്പിളിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയർ വയ്ക്കുക. അതും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുക. അതിന് മേലേക്ക് ക്രീം ആക്കി കൊടുക്കുക. പിന്നെയും നമ്മുടെ പൈനാപ്പിൾ ക്രഷ് ഇട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്കും ഷുഗർ സിറപ്പ് നല്ലപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്, ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡും ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. നമുക്ക് പറ്റുന്ന പോലെ ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഇത്രേ അറിയുള്ളൂ. ഇവിടെ ഇപ്പോൾ പരമാവധി നന്നായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ആ നേരത്തെ നമുക്ക് ഗ്ലേസ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ആ പൈനാപ്പിളിൻ്റെ കൂട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം മിക്സർ ജാറിൽ ഒന്ന് ഒഴിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണ്. അത് കുറേശ്ശായി ചേർത്ത ശേഷം ഇളക്കി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പോളം വെള്ളം കുറേശ്ശായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. ആ ഒരു കോൺഫ്ലവറിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറി കിട്ടണം. ചെറിയ തീ തന്നെ ഇട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ആക്കാം കേട്ടോ.
ഇനി ഇതിലേക്ക് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തുള്ളി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മധുരം നോക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മധുരം നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. അതിനി ഒരു അരിപ്പയിൽ കൂടെ അരിച്ച ശേഷം നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇതാട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയണത്. ഇതിവിടെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കും നല്ലപോലെ തണുത്തിരിക്കുകയാണ്. അതിന് മേലേക്ക് ഇത് മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. കൂടുതലായിട്ട് വന്ന ഭാഗമെല്ലാം ക്ലീൻ ചെയ്ത ശേഷം നമുക്കിത് ഇനിയും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇവിടെ ഇപ്പോൾ കേക്ക് നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ മേളത്തെ ഡെക്കറേഷൻസ് ചെയ്യുകയാണ്. ഐസിങ് ബാഗിലേക്ക് ആ വൈറ്റ് കളറിൽ മുന്നേ മാറ്റി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയൊരു പൂ വരച്ചു കൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. താഴത്തെ ബോർഡറിലും സെയിം നോസിൽ വെച്ച് തന്നെ ചെറുതായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഐസിങ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. കുറച്ച് ചെറിയും കൂടെ വെച്ച് ഭംഗിയാക്കാം. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. തണുപ്പിച്ച ശേഷം മാത്രം കട്ട് ചെയ്യുക. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റാണ് കേക്കിന്. ഇതാ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റും നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. പൈനാപ്പിൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കേക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും നല്ല അടിപൊളി വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.